ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അവൻ ഇന്ന് ഡ്രംസ് ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടമക്കുടി പോകുന്ന കാര്യമാണ് പറയുന്നത്. അവൻ വരാപ്പുഴയിലാണ് ഡ്രംസ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അടുത്താണല്ലോ കടമക്കുടി. അപ്പോൾ മീയും അപ്പവും ഞാനും കൂടെയാണ് ഡ്രംസിന് പോകുന്നത്. ഞങ്ങളപ്പോൾ 2 വീലറിനാണ് പോകുന്നത്. അപ്പോൾ ഈ മിയാമ്മ എന്ത് ചെയ്തെന്നറിയോ, അവൾ വേഗം കയറി ആ 2 വീലറിൻ്റെ മുന്നിൽ നിന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് വണ്ടി എടുക്കുക, ഞാനും കയറണ്ടേന്ന് ചോദിച്ചു. അങ്ങനെ അവൾ ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ കയറുക ചെയ്തത്. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി അപ്പുവിൻ്റെ ഡ്രംസ് ക്ലാസ്സിൽ പോയി. അവിടെ നിന്ന് ഞങ്ങൾ കടമക്കുടിക്ക് പോയി. അപ്പോൾ ഇത് കടമക്കുടിയിലേക്കുള്ള റോഡാണ്, വളരെ നീറ്റായിട്ടുള്ള റോഡാണ്. പിന്നെ പോകുന്ന വഴി മുഴുവൻ ഇങ്ങനെയുള്ള കണ്ടൽക്കാടുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ കെട്ടാണ്. ഇവിടെയൊക്കെ നിറച്ച് കണ്ടൽക്കാടുകളൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള റോഡുമാണ്, കുഴിയൊന്നുമില്ല, നല്ല നീറ്റായിട്ടുള്ള റോഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ കുറേ കണ്ടൽക്കാടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കടമക്കുടിയുടെ ആ മെയിൻ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല കെട്ടുകളാണ്, ചെമ്മീൻ കെട്ടുകളാണ്, വലിയ വലിയ കെട്ടുകളാണ് കേട്ടുള്ളത്. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ചില ഭാഗത്ത് ഇങ്ങനെ വരണ്ടിരിക്കുന്നതായിട്ടൊക്കെ കാണാം. അപ്പോൾ ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. ആ ഓളങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റായിരുന്നു. അപ്പോൾ മിയാമോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നുണ്ട്. മിയാമോൾ ആക്ച്വലി ഐസ്ക്രീം വാങ്ങി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് മിയാമോൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങോട്ടേക്കൊക്കെ കുറേ ആൾക്കാർ അതിനിടയിൽ കൂടി ദൂരത്തേക്കൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ കടമക്കുടി സ്കൂളാണ് നമ്മൾ ആ ദൂരെയായിട്ട് കാണുന്നത്. അതേ കണ്ട ആൾക്കാരൊക്കെ വന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കുറച്ച് പേരേ ഉള്ളൂ. ഇത് അറ്റത്തേക്കുള്ള ഭാഗമാണ്. ഇടയിലൊക്കെ കുറേ ആളുകളുണ്ടായിരുന്നു, ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ സൺഡേ അല്ലേ പോയത്. അപ്പോൾ ഇഷ്ടം പോലെ ആളുകൾ അവിടെയൊക്കെ ആയിട്ട് നിറയെ ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഒരിക്കലെങ്കിലും കണ്ടോ, അവിടെ നിന്ന് ആ ഒരു ദൂരമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്, വീഡിയോ സൂം ചെയ്തിട്ട്. അപ്പോൾ എന്താണ്, ഒരിക്കലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് വരേണ്ടതാണ്. കാരണം നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും എല്ലാം നമുക്ക് ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ വന്നിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കണ്ടോ, ആളുകളൊക്കെ ആ ഇടയിലേക്ക് അങ്ങ് അവിടെ നിന്ന് നടന്ന് അങ്ങ് വരമ്പിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ കട്ട്ലേറ്റൊക്കെയാണ് കഴിച്ചത്. പിന്നെ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തായിരുന്നു 2 പേർക്കും. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അപ്പൂൻ്റെ ഐസ്ക്രീം കഴിച്ച് അപ്പൂൻ്റെ ഫേസ് ഫുള്ളായിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ മിയാമീൻ്റെ ഈ തൊപ്പി പറന്ന് വെള്ളത്തിലേക്ക് പോയായിരുന്നു കേട്ടോ. വെള്ളത്തിലേക്ക് പോയി, തൊപ്പി പോയായിരുന്നു. അത്രയ്ക്ക് കാറ്റായിരുന്നു, കണ്ടോളം കണ്ടില്ലേ, നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ വളരെ രസകരമായൊരു യാത്രയായിരുന്നു. സൺസെറ്റൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ പോയി വന്നു. വളരെ സന്തോഷകരമായിട്ട് ഞാനും അപ്പും മിയയും മാത്രമാണ് പോയത്. അങ്ങനെ പോയി ഞങ്ങൾ സന്തോഷകരമായി വന്നു. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്